മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയിലെ അപാകതയ്ക്ക് പിന്നിൽ സർക്കാരിനെ താറടിച്ചു കാണിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് CPI വയനാട് ജില്ലാ കമ്മിറ്റി. ഇത് അംഗീകരിക്കാനാകില്ല, കർശന നടപടിയെടുക്കണമെന്നും അർഹരായ ഒരാൾക്കും സഹായം ലഭിക്കാതെ പോകരുതെന്നും CPI വയനാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിസ്സാരമാണ് എന്ന് ഞങ്ങൾ പാർട്ടി കാണുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ഇന്നലെ അത് സംബന്ധിച്ച് ഞങ്ങൾ പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർ വളരെ നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നത്. അത് എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം ഈ ഗവൺമെന്റിനെ താറടിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ നടത്തിയ കാര്യമായിട്ട് മാത്രമേ ഞങ്ങൾ ഈ വിഷയത്തെ പാർട്ടി കാണുന്നുള്ളൂ. ഗവൺമെന്റ് അത് സംബന്ധിച്ച് ആലോചിക്കട്ടെ, അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു കാരണവശാലും അർഹരായ ആരും പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല. EJ ബാബു വ്യക്തമാക്കി. നിർഭാഗ്യമെന്ന് പറയട്ടെ, 388 ആളുകളുടെ പേരാണ് ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉണ്ടാകാം, ചെറിയ ആക്ഷേപങ്ങൾ, അനർഹരായ ആളുകൾ വരിക, അർഹതപ്പെട്ട ആളുകൾ വരാതിരിക്കുക ഒക്കെ സ്വാഭാവികമാണ്. എന്നാൽ 388 ആളുകളുടെ പേരുള്ള ലിസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ 70 ആളുകൾ ഡ്യൂപ്ലിക്കേഷൻ വന്നു എന്ന് പറയുന്നത് അത് ഒരു രൂപത്തിൽ നമുക്ക് നീതീകരിക്കാൻ പറ്റുന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിരുത്തരവാദപരമായി പെരുമാറി എന്നാണ് ആ ലിസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും അത് തിരുത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യുന്നുണ്ട്. 338 പേരുടെ കരട് പട്ടികയിലാണ് പോരായ്മകൾ കടന്നുകൂടിയത്. കരട് പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, വയനാട്.